ഒരൊറ്റ ചോദ്യം, വിഷപ്പാമ്പാണോ പേപ്പട്ടിയാണോ കൂടുതൽ അപകടകാരി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ധർമ്മസങ്കടത്തിലാകും. കേരളത്തിലെ രണ്ട് മുന്നണികൾ, അതായത് UDF LDF മുന്നണികളെ ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇന്നലെ നടന്ന ഒരു സംഭവം കൂടിയായിരുന്നു. നമസ്കാരം. അപ്പോൾ ഇന്നലെ ഒക്ടോബർ 2 എന്ന് പറയുന്നത് 3 പ്രധാന ദിവസങ്ങളായിരുന്നു. അതായത് ഒന്നാമത്തേത് ഗാന്ധി ജയന്തി എന്ന് പറയുന്നത്, രണ്ടാമത്തേത് വിജയദശമി എന്ന് പറയുന്ന ഒരു ദിവസം, മൂന്നാമത്തേത് RSS എന്ന് പറയുന്ന മഹാസംഘടനയുടെ ജന്മദിനം, 100ാം ജന്മദിനം എന്നുകൂടി നമുക്ക് പറയാം. അപ്പോൾ ആ ദിവസത്തിൽ പ്രത്യേകിച്ച് നടന്ന ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിഷപ്പാമ്പ്, പേപ്പട്ടി എന്നൊക്കെ. അതിലേതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഏതിനെ ആദ്യം തല്ലിക്കൊല്ലണം, അതോ രണ്ടിനെയും തല്ലിക്കൊല്ലാനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ വിഷം ചീറ്റിയ ആ ഒരു സംഭവത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തുടങ്ങാം. അതായത് ഗാന്ധി ജയന്തി ദിനത്തിലാണല്ലോ ഈ വിഷം ഇറങ്ങിയത്. അപ്പൊ ഗാന്ധിയെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഗാന്ധിജി സ്വപ്നം കണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വദേശി വൽക്കരണം എന്ന് പറയുന്നതാണ് ഗാന്ധിജി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മദ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് ഉച്ചവരെ സ്കൂളുകളിൽ പഠിക്കുക, ഉച്ചയ്ക്ക് ശേഷം പാടത്തേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളുടെ സ്കൂളിലെ കുട്ടികളെല്ലാവരും ചോദിക്കേണ്ടത്, കൃത്യമായിട്ട് ഈ വർഷം അരമണിക്കൂർ കൂട്ടി അങ്ങനെ 9:45 മുതൽ 4:15 വരെ സ്കൂൾ സമയം മാറ്റിയ ഒരു സർക്കാരാണ് നമ്മളുടെ കേരളത്തിൽ ഇപ്പോ ഉള്ളത് എന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായിട്ട് ചേർന്ന് ജീവിച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഗാന്ധിജിയുടെ ആശയം എന്ന് പറയുന്നത്. പിന്നെ അഹിംസ എന്ന് പറയുന്നത് ഗാന്ധിജി ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ആശയമായിരുന്നു. അതുകൊണ്ടാണ് നിരാഹാരം, ഉപവാസം അങ്ങനെയുള്ള സമരങ്ങൾ മാത്രം അദ്ദേഹം നടത്തിയത്. അക്രമ സംഭവങ്ങളൊന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പോ നമ്മളുടെ കേരളത്തിലെ സർക്കാർ, അതായത് ഇപ്പൊ ഭരിക്കുന്ന പിണറായി വിജയൻ, ചില വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നടത്തിയ നവകേരള യാത്രയിൽ നടത്തിയ ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മളുടെ കേരളത്തിൽ എന്ന് പറയുന്നത്. ഇതൊക്കെ പറയാനുള്ള ഒരു കാരണം, ഇന്നലെ അതായത് സെപ്റ്റംബർ 30 പെട്ടെന്ന് തീരുമാനിച്ച് 21 ലക്ഷം ലഘുലേഖകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇറങ്ങി. ആരെങ്കിലും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അത് സ്കൂളുകളിലൂടെയാണ് ഇറക്കിയിരിക്കുന്നത്, അതായത് വിദ്യാർത്ഥികളിലേക്കാണ് ഇറക്കിയിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കേരളത്തെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ ആ കേരളത്തെ കുറിച്ച് ആദ്യം വിവരിക്കാൻ വേണ്ടി കേരളം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അതിനുശേഷം കേരളത്തിൽ തെങ്ങുണ്ട്, തെങ്ങില് പശുവിനെ കെട്ടാം, അത് കഴിഞ്ഞിട്ട് പശുവിനെ കുറിച്ചുള്ള വിവരണമായിരുന്നു. അതുപോലെയായിരുന്നു ഗാന്ധി ജയന്തി എന്നും പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നീട് കുറെ അദ്ദേഹത്തിന്റെ തള്ളുകൾ, അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളിലൂടെ വിഷം ചീറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് വോട്ട് മുന്നിൽ കണ്ടുള്ള കളി എന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. അതായത് ഗാന്ധി ജയന്തി ദിനത്തില് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയെ പോലും ഒഴിവാക്കി ഗാന്ധിയേക്കാൾ വലിയ ഫോട്ടോ പിണറായി വിജയന്റെ അച്ചടിച്ചുകൊണ്ട് കുട്ടികൾക്ക് എഴുതുന്ന കത്ത് പോലെയുള്ള ഒരു ലഘുലേഖ സ്കൂളുകളിലൂടെ വിതരണം ചെയ്യപ്പെട്ടു. കൃത്യമായിട്ട് ഇത് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ ഏതായാലും എന്റെ മക്കളെ സ്കൂളിലോട്ട് വിട്ടില്ല. ഇന്ന് ഏതായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സഞ്ചയനത്തിന്റെ ഒക്കെ കുറിപ്പ് വരും. വീടുകളിൽ നമ്മളില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകും. അത് വീടിനകത്തോട്ട് കയറ്റുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് കീറും. കാരണം അതിന്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ കിട്ടുമ്പോൾ തന്നെ കയ്യിൽ കിട്ടിയാൽ അതൊന്ന് ചെറുതായിട്ട് കീറുക, പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ എൻ്റെ മക്കളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാണേണ്ടതാണ് ഈ പിണറായി വിജയന്റെ എന്ത് ലെറ്റർ ആണെന്നുണ്ടെങ്കിലും. കാരണം ആത്മാർത്ഥതയില്ലാത്ത ആരെയെങ്കിലും ചതിക്കുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ പറയുക എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തി മാത്രമേ ഈ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് എന്നും ഉണ്ടായിട്ടുള്ളൂ. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിവരിച്ച കാര്യം, 55,000 ഹൈടെക് ക്ലാസ് മുറികൾ കേരളത്തിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം കത്തിലൂടെ പറയുന്നത്. പിന്നെ പറയുന്നത് 5,000 കോടി മുടക്കി വളരെ മനോഹരമായിട്ടുള്ള സ്കൂൾ മന്ദിരങ്ങൾ പടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കും, കാരണം അവരിപ്പോ അപ്ഡേറ്റഡ് ആണ്, സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അപ്ഡേറ്റഡ് ആണ്. പാമ്പ് കയറിയ ക്ലാസ് മുറികളല്ലേ കേരളത്തിലുള്ളത്? പണിത്
ഒരു വർഷത്തിനുള്ളിൽ പൊളിഞ്ഞു വീഴുന്ന, മേൽക്കൂര പൊളിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് പൊളിഞ്ഞു വീഴുന്ന സ്കൂൾ കെട്ടിടങ്ങളല്ലേ കേരളത്തിലുള്ളത്? നവകേരള യാത്രയ്ക്ക് വേണ്ടി സ്കൂൾ കെട്ടിടങ്ങളുടെ പല മതിലുകളും പൊളിച്ച് മുന്നോട്ട് പോയ ഒരു മുഖ്യമന്ത്രിയല്ലേ ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ വീഴരുത്. ഇദ്ദേഹം ഈ പോരാളി ഷാജിയൊക്കെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ചതിക്കുഴികളൊക്കെ ശരിയാണ്, വളരെ ചതി തന്നെയാണത്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് അതിലൂടെ. പിന്നെ താങ്കളുടെ പ്രസ് മീറ്റ് മാത്രം കണ്ടാൽ മതി. നിയമസഭയിൽ അടക്കം കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് താങ്കൾ എന്നുള്ളത് കുട്ടികൾക്കും അറിയാം. കാരണം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കാണുന്നുണ്ട് എല്ലാവരും. അപ്പോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ പിന്നെയുമുണ്ട്, വേനലവധി മാറ്റണം എന്ന് പറഞ്ഞതാണ്. അതായത് സ്കൂൾ കെട്ടിടങ്ങള് മഴ പെയ്യുമ്പോ പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അപകടം മാറ്റുന്നതിന് വേണ്ടി ഈ വേനലവധി എന്ന് പറയുന്നത് മഴക്കാലത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതെല്ലാം നിലനിൽക്കുമ്പോ ആരുടെ മുമ്പിൽ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 ലക്ഷം കോപ്പികൾ ഇത്രയും പണം മുടക്കി, ഇത്രയും പെൻഷൻ പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ, ഖജനാവില് പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ PR ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് രക്ഷിതാക്കളിലോട്ട് ഇതെത്തിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. രക്ഷിതാക്കള് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. കാരണം കുട്ടികളിൽ എന്തെങ്കിലും വിധത്തിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളാൻ നിങ്ങൾ ഉപയോഗിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിനടിമകളായ, സിന്തറ്റിക് മയക്കുമരുന്നുകൾക്കടിമയായ, ഈ പറയുന്ന വിദ്യാഭ്യാസവും തൊഴിലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ജയ് വിളിക്കാൻ മാത്രമായിട്ടുള്ള ചില ഉപയോഗ വസ്തുക്കളായിട്ട് ഈ മക്കൾ മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ ഈ ഒരു പ്രചരണം അവർ ആരംഭിച്ചിരിക്കുന്നു. ഈ മഹാത്മാഗാന്ധിയുടെ ആശയം എന്ന് പറയുന്ന മദ്യത്തിനെതിരായിരുന്നല്ലോ. അപ്പോ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം അവരുടെ മദ്യനയവും ബാറുകളും എത്ര വന്നു എന്നുള്ളത് കൂടി കൃത്യമായിട്ട് ഒന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടോ കൊടുക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞിട്ടില്ല. ഉച്ചക്കഞ്ഞിയുടെ കാര്യമോ അല്ലെങ്കിൽ ഇപ്പോ നോൺ മീൽസ് ആണല്ലോ, ഊണാണല്ലോ കൊടുക്കുന്നത്, അതിന്റെ കാര്യമൊന്നും അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടില്ല. പക്ഷെ യൂണിഫോമും പാഠപുസ്തകവും കൃത്യമായിട്ട് സൗജന്യമായിട്ട് എത്തുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആരുടെയൊക്കെയോ ഔദാര്യത്തിലാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്, അത് ഒന്ന് ബോധിപ്പിച്ചു. അവിടെ യഥാർത്ഥത്തിൽ കണക്ക് പറച്ചിലാണ് നടന്നിരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ ഇത് യഥാർത്ഥത്തിലാണ്, ഇതെല്ലാം നിങ്ങളുടെ അവകാശമാണ്, ആ അവകാശങ്ങൾ നേടിത്തരുന്ന, കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു സർക്കാരാണെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് കണക്ക് പറച്ചിലായിട്ട് തോന്നില്ലായിരുന്നു. പക്ഷെ ഏത് കാലത്തായാലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ വിഷപ്പാമ്പ് ഏത്, പേപ്പട്ടി ഏത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് അത് തിരഞ്ഞെടുപ്പിലൂടെ ആരെ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ രണ്ടിനെയും തല്ലിക്കൊല്ലണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഇനി കൊലവിളി പ്രസംഗം നടത്തി എന്ന് പറയരുത്. തിരഞ്ഞെടുപ്പിലൂടെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുകൂടി ഞാൻ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്.